നമസ്കാരം. 2025 മെയ് മാസം 11-ാം തീയതി ഞായറാഴ്ച ദിവസത്തെ ജ്യോതിഷപരമായ പ്രത്യേകതകളും നക്ഷത്രഫലവും കേൾക്കുവാൻ വേണ്ടി എല്ലാ പ്രിയപ്പെട്ട ജ്യോതിഷ വിശ്വാസികളെയും വളരെ സ്നേഹത്തോടെ ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. മലയാള തീയതിയിൽ പറഞ്ഞാൽ 1200-ാം ആണ്ട് മേടമാസം 28-ാം തീയതിയാണ് ഞായറാഴ്ച ദിവസം. ഇന്ത്യൻ തീയതിയിൽ പറഞ്ഞാൽ വൈശാഖ മാസം 21-ാം തീയതിയാണ് ഞായറാഴ്ച ദിവസം. ഞായറാഴ്ച ദിവസത്തെ സൂര്യോദയ സമയം രാവിലെ 6:07, അസ്തമയം വൈകുന്നേരം 6:29. ഞായറാഴ്ചത്തെ ഉദയാൽപരം തിഥി ചതുർദശി തിഥിയാണ്. ചതുർദശി തിഥി ഞായറാഴ്ച 8:02 വരെ ഉണ്ടായിരിക്കും. അതായത് ചതുർദശി തിഥി ഞായറാഴ്ച ദിവസം രാത്രി 8:02 വരെ ഉണ്ടായിരിക്കും. ഞായറാഴ്ച ദിവസത്തെ ഉദയാൽപരം നക്ഷത്രം ചോതി നക്ഷത്രമാണ്. ചോതി നക്ഷത്രം ആരംഭിക്കുന്നത് ഞായറാഴ്ച പുലർച്ചെ 3:17 അസ്തമിക്കുന്നത് തിങ്കളാഴ്ച സൂര്യോദയം കഴിഞ്ഞ് 6:19. അതായത് തിങ്കളാഴ്ച ദിവസത്തെ ഉദയാൽപരം നക്ഷത്രം ചോതി നക്ഷത്രമാണ്. തിങ്കളാഴ്ച ദിവസത്തെ സൂര്യോദയ സമയം എന്ന് പറയുന്നത് 6:07. അപ്പോൾ തിങ്കളാഴ്ച ദിവസത്തെ സൂര്യോദയ സമയം വെച്ച് നോക്കുമ്പോൾ ഉദയാൽപരം നക്ഷത്രമായിട്ടാണ് ചോതി നക്ഷത്രം വന്നു ചേരുക എന്നുള്ളത് അറിഞ്ഞിരിക്കുക. ഇനിയും ചോതി നക്ഷത്രപ്രകാരം ഞായറാഴ്ച ദിവസം ഏതൊക്കെ നാളുകാർക്കാണ് അനുകൂലമായ അനുഭവങ്ങൾ വന്നു ചേരുക എന്നുള്ളത് പറഞ്ഞുതരാം. ചോതി നക്ഷത്രപ്രകാരം അവിട്ടം, ചതയം, ഉത്രം, മകം, തിരുവാതിര, പുണർതം, ചിത്ര എന്നീ നാളുകാരുടെ ജീവിതത്തിൽ അനുകൂലമായ അനുഭവങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ദിവസമാണ് ഞായറാഴ്ച ദിവസം. ചോതി നക്ഷത്രപ്രകാരം ഞായറാഴ്ച ദിവസം പ്രതികൂലമായ അനുഭവങ്ങൾ വന്നു ചേരുവാൻ സാധ്യതയുള്ള നാളുകാർ രോഹിണി, ആയില്യം, അത്തം, പൂരം എന്നീ നാളുകാരാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഈ നാളുകാരെ സംബന്ധിച്ച് പ്രതിസന്ധികളും പ്രതികൂലങ്ങളും ഒക്കെ അവരുടെ ജീവിതത്തിൽ വന്നു ചേരുവാൻ സാധ്യതയുണ്ട്, സൂക്ഷിക്കുക. ബാക്കിയുള്ള നാളുകാരെ സംബന്ധിച്ച് സുഖദുഃഖ സമ്മിശ്രമായ ജീവിതാനുഭവങ്ങളായിരിക്കും എന്നുള്ളതും അറിഞ്ഞുകൊള്ളുക. ഇനിയും ഞായറാഴ്ച ദിവസം ശുഭകാര്യം ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുന്നവർക്ക് ശുഭസമയം പറഞ്ഞുതരാം. ഞായറാഴ്ച ദിവസം രാവിലെ 6:07 മുതൽ 9:07 വരെയുള്ള സമയം ശുഭസമയമാണ്. പിന്നീട് 10:37 മുതൽ ഉച്ചകഴിഞ്ഞ് 3:07 വരെയുള്ള സമയവും ശുഭസമയമാണ്. ഇനിയും സംഖ്യാശാസ്ത്രം പറയുന്നു. സംഖ്യാശാസ്ത്രം പറയുന്ന ഇംഗ്ലീഷ് മാസ തീയതി വെച്ചാണ്. തീയതി 11 ഒറ്റസംഖ്യയാക്കുമ്പോൾ 2 വരും. ഏതൊരു മാസത്തിൻ്റെ 2, 11, 20, 29 എന്നീ തീയതികളിൽ ജനിച്ചവർക്ക് അനുകൂലമായ ദിവസമാണ് ഞായറാഴ്ച ദിവസം. കൂടുതൽ ഉത്തമമായ ഫലങ്ങൾ അവരുടെ ജീവിതത്തിൽ വന്നു ചേരാൻ വേണ്ടി പച്ച, വെള്ള നിറങ്ങളുള്ള വസ്ത്രങ്ങൾ ധരിക്കുക. അങ്ങനെ വസ്ത്രങ്ങൾ ധരിക്കുന്നതിൻ്റെ പേരിൽ ഇംഗ്ലീഷ് അക്ഷരമാലയിലെ BKR എന്നീ അക്ഷരങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഉത്കൃഷ്ടമായ ജീവിതാനുഭവങ്ങൾ അവരെ തേടി വരുമെന്ന് സംഖ്യാജ്യോതിഷം പറയുന്നു. സംഖ്യാജ്യോതിഷത്തിൽ വിശ്വാസമുള്ളവർ ഇക്കാര്യങ്ങൾ ഫോളോ ചെയ്താൽ തീർച്ചയായിട്ടും അപ്രകാരമുള്ള അനുഭവം അല്ലെങ്കിൽ നേട്ടം അവരുടെ ജീവിതത്തിൽ ഉണ്ടാവും എന്നുള്ളത് അറിഞ്ഞിരിക്കുക. ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന പ്രിയപ്പെട്ടവർ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. തീർച്ചയായിട്ടും എല്ലാ ദിവസവും വീഡിയോ കാണുവാൻ ശ്രമിക്കുക. ഇനിയും ഈ അധ്യായത്തിൽ പറയുന്ന വിഷയം ധനപരമായ നേട്ടത്തെക്കുറിച്ചാണ്. ഞായറാഴ്ച ദിവസം ചോതി നക്ഷത്രമാണ്. ചോതി നക്ഷത്രപ്രകാരം ധനപരമായ നേട്ടം വന്നിരുന്ന നാളുകാർ ചതയം, ഉത്രാടം, മകം, ചോതി, ചിത്തിര, രേവതി, കാർത്തിക, തിരുവാതിര, ആയില്യം, ഉത്രം. ഇത്രയും നാളുകാർക്ക് ധനപരമായ നേട്ടം പ്രതീക്ഷിക്കാവുന്ന ദിവസമാണ്. ധനം കൈകാര്യം ചെയ്താൽ വിജയിക്കുന്ന ദിവസമാണ്. കൊടുത്തുവാങ്ങലിനൊക്കെ അനുകൂലമായ ദിവസമാണ്. ധനപരമായിട്ടുള്ള എല്ലാ വിഷയങ്ങളും ഇവരുടെ ജീവിതത്തിൽ നേട്ടങ്ങൾ ഉണ്ടാക്കി തരുന്നൊരു ദിവസമാണ്. ചോതി നക്ഷത്രം ഇവരെ സ്വാധീനിക്കുന്നതുകൊണ്ടാണ് ഈ നാളുകാർക്ക് ധനപരമായ നേട്ടം വന്നു ചേരുക എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. മറ്റു ചില കാര്യങ്ങൾ ഇവർക്ക് പ്രതികൂലമായ അനുഭവങ്ങൾ ഉണ്ടെങ്കിൽ പോലും ധനപരമായ നേട്ടം ഇവർക്ക് പ്രതീക്ഷിക്കാവുന്ന ദിവസമാണ് ഞായറാഴ്ച ദിവസം. ചതയം, ഉത്രാടം, കേട്ട, ചോതി, ചിത്ര, രേവതി, കാർത്തിക, തിരുവാതിര, ആയില്യം, ഉത്രം ഇത്രയും നാളുകാർക്കാണ് ധനപരമായ നേട്ടം ഉണ്ടാകുക എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഇനിയും ലോട്ടറി ഭാഗ്യമാണ് പറയുന്നത്. ഞായറാഴ്ച ദിവസം ലോട്ടറി ഭാഗ്യം വന്നു ചേരുവാൻ സാധ്യതയുള്ള നാളുകാർ മേടക്കുൾപ്പെട്ട അശ്വതി, ഭരണി, കാർത്തിക 1/4 നാളുകാർ, മിഥുനക്കുൾപ്പെട്ട മകരൻ 2 പാദം, തിരുവാതിര, പുണർതം 3/4 നാളുകാർ, കുംഭക്കുൾപ്പെട്ട അവിട്ടൻ 2 പാദം, ചതയം, പുരട്ടാതി 3/4 നാളുകാർ, വൃശ്ചികക്കുൾപ്പെട്ട വിശാഖം 1/4, അഞ്ചം, കേട്ട നാളുകാർ, മകരക്കുൾപ്പെട്ട ഉത്രാടം 3/4, തിരുവോണം, അവിട്ടൻ 2 പാദം നാളുകാർ, കന്നിക്കുൾപ്പെട്ട ഉത്രം 3/4, അത്തം, ചിത്തിര 2 പാദം നാളുകാർ, കർക്കിടകക്കുൾപ്പെട്ട പുണർതം, പൂയം, ആയില്യം നാളുകാർ. ഇത്രയും നാളുകാർക്ക് ലോട്ടറി ഭാഗ്യം പ്രതീക്ഷിക്കാവുന്ന ദിവസമാണ്. അപ്പോൾ ഇവരിൽ നിന്നും ഭാഗ്യദേവത തിരഞ്ഞെടുക്കുന്നവർക്ക് ലോട്ടറി സമ്മാനം ലഭിക്കും, ഉറപ്പായിട്ടും ലഭിക്കും എന്നുള്ളതാണ് പറഞ്ഞു തരുവാനുള്ളത്. ഇനിയും നക്ഷത്രഫലമാണ് പറയുന്നത്. നക്ഷത്രഫലം ശ്രദ്ധയോടുകൂടി കേൾക്കുക. ആദ്യമായിട്ട് മേടക്കുറുകാരുടെ കാര്യം പറയാം. മേടക്കുൾപ്പെട്ട അശ്വതി, ഭരണി, കാർത്തിക 1/4 നാളുകാരെ സംബന്ധിച്ച് അവരുടെ ജന്മഭാവത്തിൽ ബലമില്ലാത്ത സൂര്യനും 7-ാം ഭാവത്തിൽ കേന്ദ്രഭാവത്തിൽ ബലമുള്ള ചന്ദ്രനും നിൽക്കുന്ന ഞായറാഴ്ച ദിവസമാണ്. അപ്പോൾ സൂര്യനും ചന്ദ്രനും പരസ്പരം ദൃഷ്ടി ചെയ്താൽ ഈ ജാതകരുടെ ജീവിതത്തിൽ 50% നേട്ടമേ ഉണ്ടാവുകയുള്ളൂ എന്നാണ് ജ്യോതിഷം പറയുന്നത്. അപ്പോൾ അവരുടെ ജീവിതാനുഭവങ്ങളിലെല്ലാം 50% സന്തോഷവും 50% ദുഃഖവും ഉണ്ടാകുന്നൊരു ദിവസമാണ്. ഒറ്റ വാക്കിൽ ചുരുക്കി പറഞ്ഞാൽ ഇങ്ങനെയാണ് പറയാനുള്ളത്. കാരണം സൂര്യനും ചന്ദ്രനും പരസ്പരം ദൃഷ്ടി ചെയ്താൽ ഇങ്ങനെയാണ് അനുഭവങ്ങൾ ഉണ്ടാകുക. ഒരു കാര്യത്തിലും 100% പുരോഗതി ഉണ്ടാകത്തില്ല. എല്ലാ കാര്യത്തിലും 50% രാവും പകലും കൂടിച്ചേർന്നാൽ എങ്ങനെ ഇരിക്കും എന്ന് പറഞ്ഞതുപോലെയാണ്. അപ്പോൾ 50% നേട്ടവും 50% കോട്ടവുമായിട്ടുള്ള അവരുടെ ജീവിതാനുഭവങ്ങൾ കടന്നു പോകുന്നൊരു ദിവസമാണ്.
ചിലരൊക്കെ നീചമായ ബന്ധങ്ങളിൽ അകപ്പെടാൻ സാധ്യതയുണ്ട്, നീചമായ കൂട്ടുകെട്ടിലൊക്കെ അകപ്പെടാൻ സാധ്യതയുണ്ട്, ആവർത്തനങ്ങളിൽ പെടാൻ സാധ്യതയുണ്ട്, മക്കളെ കൊണ്ടുള്ള ബുദ്ധിമുട്ടും പ്രയാസവും അനുഭവിക്കാൻ സാധ്യതയുണ്ട്, മാതാപിതാക്കളുമായിട്ട് ശത്രുതയിൽ എത്തിച്ചേരാൻ സാധ്യതയുണ്ട്, സൂക്ഷിക്കണം. തൊഴിൽപരമായിട്ടുള്ള മേഖലകളിലൊക്കെ പ്രതിസന്ധിയും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്, സൂക്ഷിക്കേണ്ട ദിവസമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഇനിയും ഇടവക്കൂറാണ്. ഇടവക്കൂറിൽപ്പെട്ട കാർത്തിക, മുക്കാൽ, രോഹിണി, മകരം 2 പാദം നാളുകാരെ സംബന്ധിച്ച് പല പ്രകാരത്തിലുള്ള ക്ലേശങ്ങളൊക്കെ അനുഭവിക്കാൻ സാധ്യതയുണ്ട്. കുടുംബസുഖവും ധനപരമായ നേട്ടം ഉണ്ടാകണമെന്നില്ല, ധനനഷ്ടത്തിന് സാധ്യതയുണ്ട്, പരാജയം, നേത്രരോഗമൊക്കെ വന്നു ചേരാൻ സാധ്യതയുണ്ട്, സ്ഥാനചലനം, തൊഴിൽപരമായിട്ടുള്ള സ്ഥാനചലനത്തിനൊക്കെ സാധ്യതയുണ്ട്, മാതാപിതാക്കൾക്കൊക്കെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഉണ്ടാകാൻ സാധ്യതയുണ്ട്, ഭാര്യാപുത്രാദികൾക്കും അല്ലെങ്കിൽ ഭാര്യാഭർത്തൃ ബന്ധത്തിൽ, കുടുംബത്തിൽ, ദാമ്പത്യത്തിലൊക്കെ പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്, സൂക്ഷിക്കേണ്ട ദിവസമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. യാതൊരു കാരണവശാലും നേട്ടങ്ങൾ ഉണ്ടാകുന്ന ദിവസമല്ല. ബുദ്ധിപരമായ പരാജയം ഉൾപ്പെടെ പല കാര്യങ്ങളിലും പിതാവിന് ആപത്തനർത്ഥങ്ങളൊക്കെ വന്നു ചേരാം. അങ്ങനെ പല പ്രകാരത്തിലുള്ള പ്രതിസന്ധികൾ വന്നു ചേരുവാൻ സാധ്യതയുള്ള ദിവസമാണ്, സൂക്ഷിക്കേണ്ട ദിവസമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഇനിയും മിഥുനക്കൂറാണ്. മിഥുനക്കൂറിൽപ്പെട്ട മകരം 2 പാദം, തിരുവാതിര, പുണർതം, മുക്കാൽ നാളുകാരെ സംബന്ധിച്ച് ഈ ഞായറാഴ്ച ദിവസം നേട്ടങ്ങൾ പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണെന്നുള്ളതാണ് പ്രത്യേകിച്ച് പറയാനുള്ളത്. അവർക്ക് പല വിധത്തിലുള്ള ലാഭങ്ങൾ, അവരുടെ ലാഭകരമായ അനുഭവങ്ങൾ അവരുടെ ജീവിതത്തിൽ വധിച്ചേരുവാൻ സാധ്യതയുള്ള ദിവസമാണ്. സൽക്കർമ്മങ്ങൾ ചെയ്യുവാൻ സാധ്യതയുള്ള ദിവസമാണ്. അങ്ങനെ അവർക്ക് പല കാര്യങ്ങളും സാധിച്ചെടുക്കുവാൻ പറ്റുന്നൊരു ദിവസമാണ്. ഉദ്യോഗ ലാഭമാണ് ഏറ്റവും കൂടുതലായിട്ട് അവർക്ക് വധിച്ചേരുക. തൊഴിൽപരമായിട്ടുള്ള നേട്ടം അവർക്ക് അനുകൂലമായി നിൽക്കുന്നൊരു ദിവസമാണ്. ഉദ്യോഗത്തിൽ ഉയർച്ച, കളത്ര പുത്രാദികൾക്ക് എന്ന് പറഞ്ഞാൽ ഭാര്യ, മക്കൾ അല്ലെങ്കിൽ ഭാര്യ, ഭർത്താവ്, കുഞ്ഞുങ്ങൾ അങ്ങനെയുള്ള ഒരു കുടുംബം സംബന്ധിച്ചുള്ള നേട്ടങ്ങളൊക്കെ ഉണ്ടാകുന്നു. ധനധാന്യ സമൃദ്ധി ഉണ്ടാകുന്നു. അങ്ങനെയുള്ള നേട്ടങ്ങളൊക്കെ അനുകൂലമായി നിൽക്കുന്നൊരു ദിവസമാണ്. മിഥുനക്കൂറുകാരെ സംബന്ധിച്ച് കുടുംബസുഖവും ധനപരമായ നേട്ടവും സർവ്വകാര്യ വിജയം ഉൾപ്പെടെയുള്ള എല്ലാവിധമായ നേട്ടങ്ങളും മിഥുനക്കൂറുകാർക്ക് അനുകൂലമായി നിൽക്കുന്നൊരു ദിവസമാണ് ഞായറാഴ്ച ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഇനിയും കർക്കിടക്കൂറാണ്. കർക്കിടക്കൂറിൽപ്പെട്ട പുണർതം, കാല്, പൂയം, ആയില്യം നാളുകാരെ സംബന്ധിച്ച് ഏർപ്പെടുന്ന കാര്യങ്ങളിൽ പരിപൂർണമായ വിജയം ഉണ്ടാകുകയില്ലെങ്കിലും ഏകദേശം വിജയമൊക്കെ പ്രതീക്ഷിക്കാവുന്ന ദിവസമാണ്. നല്ല പ്രവൃത്തികളൊക്കെ ചെയ്ത് അതിൽ കൂടി കീർത്തിയും പ്രശസ്തിയും അംഗീകാരമൊക്കെ നേടിയെടുക്കാൻ വേണ്ടി ശ്രമിക്കും. പക്ഷെങ്കിൽ ശ്രമത്തിനൊത്ത് വിജയം ഉണ്ടാകണമെന്നില്ല. തൊഴിൽപരമായിട്ടുള്ള ഉയർച്ച ആഗ്രഹിക്കും, പക്ഷെങ്കിൽ ഉയർച്ച ഉണ്ടാകണമെന്നില്ല. കേസുകളിലും പ്രശ്നങ്ങളിലുമൊക്കെ അകപ്പെട്ടവർക്ക് അനുകൂലമായ അനുഭവങ്ങൾ ഉണ്ടാകും, എങ്കിലും പൂർണ്ണമായിട്ടുള്ളൊരു വിജയം ഉണ്ടാകത്തില്ല. അങ്ങനെ പരിപൂർണമായ വിജയമൊന്നും അവകാശപ്പെടാൻ പറ്റാത്തൊരു ദിവസമാണെങ്കിലും വലിയ ദോഷമൊന്നുമില്ലാതെ സാമാന്യ ജീവിതാനുഭവമായിട്ട് കടന്നു പോകാൻ പറ്റുന്നൊരു ദിവസമാണ് എന്നുള്ളതാണ് പറഞ്ഞു തരുവാനുള്ളത്. ജാതകർ പരിപൂർണ വിജയത്തിന് വേണ്ടി ശ്രമിക്കും, സർവ്വകാര്യ വിജയം ഉണ്ടാകുവാൻ വേണ്ടി ശ്രമിക്കും. പക്ഷേ ആ ശ്രമത്തിനൊത്തുള്ള പരിപൂർണമായ വിജയം ഉണ്ടാകണമെന്നില്ല. അങ്ങനെയാണ് അനുഭവം വന്നു ചേരുക എന്നുള്ളത് മനസ്സിലാക്കി പ്രവർത്തിക്കുക. കുടുംബസുഖവും ധനപരമായ നേട്ടമൊക്കെ പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ ഈ ജാതകരെ സംബന്ധിച്ച് മക്കളുടെ സ്ഥിതി അത്ര അനുകൂലമല്ല എന്നുള്ളൊരു പ്രത്യേകത നിറഞ്ഞ അനുഭവത്തിൽ കൂടി പോകുന്നു. അതിനാൽ കാര്യവിജയം പരിപൂർണമായിട്ട് ഉണ്ടാകണമെന്നുമില്ല. വീട്, വസ്തുവാനം, ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ നേട്ടമുണ്ടെങ്കിൽ പോലും ആ നേട്ടം കയ്യിലേക്ക് വരാത്തൊരു സാഹചര്യമാണ്. അപ്പോൾ അങ്ങനെ ഒരു വല്ലാത്ത സാഹചര്യത്തിൽ കൂടിയാണ് കർക്കിടകക്കൂറുകാർ കടന്നു പോകുക എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഇനിയും ചിങ്ങക്കൂറാണ്. ചിങ്ങക്കൂറിൽപ്പെട്ട മകം, പൂര, ഉത്രം, കാൽ നാളുകാരെ സംബന്ധിച്ച് സർക്കാർ സംബന്ധമായോ അല്ലെങ്കിൽ ഉദ്യോഗ സംബന്ധമായോ ഉള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുവാൻ സാധ്യതയുള്ള ഒരു ദിവസമാണ്. പിതാവിൽ നിന്നും നേട്ടങ്ങളൊക്കെ ഉണ്ടാകാം, ഭാഗ്യാനുഭവങ്ങളൊക്കെ ഉണ്ടാകാമെങ്കിലും പിതാവുമായിട്ട് ചിലപ്പോൾ പിണങ്ങുവാനോ അല്ലെങ്കിൽ പിതാവിന് ഏതെങ്കിലും വിധത്തിലുള്ള ആപത്തനർത്ഥങ്ങളൊക്കെ വന്നു ചേരുവാനോ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ ഭാഗ്യക്കേടുകളൊക്കെ വന്നു ചേരുവാൻ സാധ്യതയുള്ള ദിവസമാണ്. ആശയക്കുഴപ്പം ഉണ്ടാകുവാൻ സാധ്യതയുള്ള ദിവസമാണ്. ജോലി സംബന്ധമായ ഉദ്യോഗ സംബന്ധമായുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്, സൂക്ഷിക്കുക. ഭാഗ്യക്കേടുകളായിട്ട് അതൊക്കെ ജീവിതത്തിൽ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്, സൂക്ഷിക്കണം. കുടുംബസുഖവും ധനപരമായ നേട്ടവും ഇവർക്ക് ഭാഗ്യാനുഭവമായിട്ട് വന്നു ചേരാമെങ്കിലും ചിലപ്പോൾ അതൊക്കെ മോശമായ അനുഭവത്തിലേക്കൊക്കെ കടന്നു പോകാനും സാധ്യതയുണ്ട്. ഏതായാലും സൂക്ഷിച്ച് പ്രവർത്തിക്കേണ്ട ഒരു ദിവസമാണെന്നുള്ളതാണ് പറഞ്ഞു തരുവാനുള്ളത്. ഇനി കന്നിക്കൂറാണ്. കന്നിക്കൂറിൽപ്പെട്ട ഉത്രം, മുക്കാൽ, അത്തം, ചിത്ര 2 പാദം നാളുകാരെ സംബന്ധിച്ച് പലവിധത്തിലുള്ള പ്രശ്നങ്ങളും ക്ലേശങ്ങളും, രോഗം, തളർച്ച, ക്ഷീണം, സ്ഥാനഭ്രംശം, അങ്ങനെ പല വിധത്തിലുള്ള പ്രതിസന്ധികളും പ്രശ്നങ്ങളൊക്കെ അവരെ തേടി വരുവാൻ സാധ്യതയുണ്ട്, സൂക്ഷിക്കണം. കർക്കിടകക്കൂറുകാരെ സംബന്ധിച്ച് അഷ്ടമത്തിലാണ് സൂര്യൻ നിൽക്കുന്നത്. അപ്പോൾ തെറ്റായ ചിന്താഗതികളിലൊക്കെ അകപ്പെടാം. അങ്ങനെ ചിലരൊക്കെ അതിയായി വിശ്വസിക്കുന്നവരും തിക്താനുഭവങ്ങൾ വാങ്ങിച്ച് കണ്ണുനീരോടുകൂടി ജീവിക്കേണ്ട സാഹചര്യം ഉണ്ടാവും. എന്ന് പറഞ്ഞാൽ അതിയായി വിശ്വസിക്കുന്നത് ചതിവ് പറ്റാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ ഉള്ള അനുഭവങ്ങളൊക്കെ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്, സൂക്ഷിക്കേണ്ട ദിവസമാണ്. അഷ്ടമത്തിലാണ് സൂര്യൻ നിൽക്കുന്നത്. എങ്കിലും വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാകത്തില്ല. സൂര്യൻ അഷ്ടമരാശി വിട്ടു പോകുന്നൊരു സമയമായതുകൊണ്ട് വലിയ ദോഷമൊന്നും വന്നു ചേരത്തില്ല, എങ്കിലും പ്രതീക്ഷിക്കാം. ചെറിയ രീതിയിലുള്ള തിക്താനുഭവങ്ങളെങ്കിലും വന്നു ചേരുവാൻ സാധ്യതയുണ്ട്, സൂക്ഷിച്ച് ജീവിക്കുക.
ഇനി തുലാക്കൂറാണ്. തുലാക്കൂറിൽപ്പെട്ട ചിത്ര 2 പാദം ചോതി വിശാഖം മുക്കാൽ നാളുകാരെ സംബന്ധിച്ച് ദാമ്പത്യത്തിൽ തൃപ്തികരമായ അനുഭവങ്ങൾ ഉണ്ടാകണമെന്നില്ല. ഭാര്യാഭർത്തൃ സുഖഹാനി ഉണ്ടാകുമെന്നാണ് ജ്യോതിഷം പറയുന്നത്. ചിലർക്കൊക്കെ ദേഷ്യം വരും, അടിപിടിയും കലഹവും ഒക്കെ ഉണ്ടാകും. അപ്പോൾ അങ്ങനെ ദാമ്പത്യ ജീവിതം മുഖേനയുള്ള പ്രതിസന്ധികളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. കുടുംബസുഖവും ധനപരമായ നേട്ടമൊന്നും അത്ര തൃപ്തികരമല്ല. അപ്പോൾ അവർക്ക് അതിൻ്റേതായ പ്രതിസന്ധികളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അത് ജീവിതത്തിൽ പല കാര്യങ്ങളെയും ബാധിക്കുവാൻ ഇടയുള്ള ദിവസമാണ്. സൂക്ഷിക്കുക, ശ്രദ്ധിച്ച് ജീവിക്കുക, പ്രശ്നങ്ങളൊക്കെ അകപ്പെടാതെ പോകുക. ഇനി വൃശ്ചികക്കൂറാണ്. വൃശ്ചികക്കൂറിൽപ്പെട്ട വിശാഖം കാല അനിഴം കേട്ട നാളുകാരെ സംബന്ധിച്ചിടത്തോളം സാമാന്യ രീതിയിലുള്ള ധനധാന്യ നേട്ടമൊക്കെ പ്രതീക്ഷിക്കാം. ബന്ധുക്കളുടെ ഭാഗത്തു നിന്നുള്ള സഹായ സഹകരണങ്ങളൊക്കെ ഉണ്ടാകുന്ന ദിവസമാണ്. ബന്ധുസ്നേഹം വർദ്ധിക്കുന്ന ദിവസമാണ്. ആരോഗ്യമുള്ള ദിവസമാണ്. ശത്രുക്കളെ ജയിക്കുവാൻ കഴിയുന്ന ദിവസമാണ്. സൽപ്രവർത്തികൾ ചെയ്യുന്ന ദിവസമാണ്. കുടുംബസുഖവും ധനപരമായ നേട്ടവും പ്രതീക്ഷിക്കാം. ദാമ്പത്യ ജീവിതത്തിൽ തൃപ്തികരമായ അനുഭവങ്ങളൊക്കെ ഉണ്ടാകും. എന്നാൽ ശാരീരികമായിട്ടും മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളൊക്കെ ചിലരുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ, ഭാഗ്യക്കേടുകൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. സൂക്ഷിക്കണം. കാര്യപരാജയം ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. തൊഴിൽപരമായിട്ടുള്ള വലിയ ഉയർച്ചയൊന്നും ഉണ്ടാകണമെന്നില്ല. അപ്പോൾ ഇങ്ങനെയുള്ള അനുഭവങ്ങൾ ഈ ജാതകരെ തേടി വരുന്നൊരു ദിവസമായിരിക്കും ഞായറാഴ്ച ദിവസം എന്നുള്ളത് അറിഞ്ഞിരിക്കുക. ഇനിയും ധനുക്കൂറാണ്. ധനുക്കൂറിൽപ്പെട്ട മൂലം പുരാട ഉത്രാടം കാൽ നാളുകാരെ സംബന്ധിച്ച് ഈ ഞായറാഴ്ച ദിവസം വലിയ ലാഭകരമായ അനുഭവങ്ങളൊന്നും പ്രതീക്ഷിക്കാൻ പറ്റുന്ന ദിവസമല്ല. എങ്കിലും തരക്കേടില്ലാതൊക്കെ കഴിഞ്ഞു പോകാൻ പറ്റുന്ന ഗ്രഹസ്ഥിതിയാണുള്ളത്. ബുദ്ധിപരമായ പരാജയം ഉണ്ടാകും, പുത്രദുഃഖം ഉണ്ടാകാം, ദേഷ്യം ഉണ്ടാകാം, ചിലർക്ക് വളരെ ധനത്തിന് ബുദ്ധിമുട്ടുണ്ടാകാം, ബന്ധുക്കളുമായിട്ട് അകൽച്ചയ്ക്കും ഒക്കെ സാധ്യതയുണ്ട്, ബുദ്ധിപരമായിട്ടുള്ള പരാജയം സംഭവിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെയൊക്കെ നോക്കുമ്പോൾ അനുകൂലമായ അനുഭവങ്ങൾ പൂർണ്ണമായിട്ടും വന്നു ചേരണമെന്നില്ല. പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ ആയിട്ടാണ് ജീവിതാനുഭവങ്ങൾ വന്നു ചേരുവാൻ സാധ്യത. 12ാം ഭാവത്തിൽ നിൽക്കുന്ന ചന്ദ്രൻ ഈ ജാതകരെ സംബന്ധിച്ച് അഷ്ടമത്തിൻ്റെ അധിപനായതുകൊണ്ട് വലിയ ലാഭമൊന്നും വാരിക്കൊരു കൊടുക്കുന്നൊരു ദിവസവുമല്ല. എങ്കിലും ഈ പ്രതിസന്ധികൾക്കും പ്രശ്നങ്ങൾക്കും ഇടയ്ക്കൂടെ ഒരു തരക്കേടില്ലാത്ത ജീവിത സാഹചര്യത്തിൽ കൂടി കഴിഞ്ഞു പോകാൻ പറ്റുകയും ചെയ്യും എന്നുള്ളതാണ് ധനുക്കൂറുകാരെ സംബന്ധിച്ചുള്ള ഞായറാഴ്ച ദിവസത്തെ നക്ഷത്രഫലം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഇനി മകരക്കൂറാണ്. മകരക്കൂറിൽപ്പെട്ട ഉത്രാടം മുക്കാൽ തിരുവോണം ഔട്ടൻ 2 പാദം നാളുകാരെ സംബന്ധിച്ച് ഞായറാഴ്ച ദിവസം മാതാപിതാക്കൾക്ക് ഏതെങ്കിലും വിധത്തിലുള്ള പ്രതിസന്ധികളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. വാഹനം ഓടിക്കുന്നവരൊക്കെ സൂക്ഷിക്കേണ്ട ദിവസമാണ്. ഭൂമി, വാഹനം എന്നിവ സംബന്ധിച്ചുള്ള പ്രതിസന്ധികളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. സുഖഹാനി ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. മാതൃദുരിതത്തിന് സാധ്യതയുണ്ട്. കുടുംബ കലഹത്തിന് സാധ്യതയുണ്ട്. പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെ വന്നു ചേരാൻ സാധ്യതയുള്ള ദിവസമാണ്. സൂക്ഷിക്കേണ്ട ദിവസമാണ്. വലിയ നേട്ടമൊന്നും പറയുവാൻ തക്കതായിട്ടുള്ള അനുഭവങ്ങളൊന്നുമില്ല. ഒരുപക്ഷെ തൊഴിൽപരമായിട്ടുള്ള നേട്ടം അനുകൂലമാണ്. അല്ലെങ്കിൽ ദാമ്പത്യ ജീവിതത്തിൽ ഭാര്യയും ഭർത്താവ് ഒരുമിച്ച് നിൽക്കുന്നൊരു ദിവസമാണെങ്കിൽ പോലും മറ്റു വിധത്തിലുള്ള പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ അലട്ടുവാൻ സാധ്യതയുള്ള ദിവസമാണ്. സൂക്ഷിക്കേണ്ട ദിവസമാണെന്നുള്ളത് മകരക്കൂറുകാർ അറിഞ്ഞുകൊള്ളുക. ഇനി കുംഭക്കൂറാണ്. കുംഭക്കൂറിൽപ്പെട്ട ഔട്ടൻ 2 പാദം ചതയം പൂർട്ടാതി മുക്കാൽ നാളുകാരെ സംബന്ധിച്ച് സഹോദരൻ മുഖേനുള്ള ദുഃഖം അനുഭവിക്കാൻ സാധ്യതയുണ്ടെങ്കിലും ഏർപ്പെടുന്ന കാര്യങ്ങളിലൊക്കെ ഒരു 60-70% ഫലപ്രാപ്തി ഉണ്ടാകുന്നൊരു ദിവസമാണ്. എല്ലാ കാര്യങ്ങളും വിജയം നേടണമെന്നുള്ള ആഗ്രഹത്തോടു കൂടി സാമർഥ്യം കാണിക്കുന്നൊരു ദിവസമാണ്. അതുപോലെ തന്നെ ചിലരൊക്കെ പുണ്യതീർത്ഥ സ്ഥലങ്ങളൊക്കെ സന്ദർശിക്കും. അപ്പോൾ അങ്ങനെ ഉള്ള അനുഭവങ്ങൾ ഉണ്ടാകും. അതോടൊപ്പം തന്നെ ഇവർക്ക് നല്ല ഭാര്യ, നല്ല കുട്ടികൾ, ദാമ്പത്യ ജീവിത വിജയം പ്രതീക്ഷിക്കാവുന്ന ദിവസമാണ്. അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങളിൽ നേട്ടം, കുറച്ച് കാര്യങ്ങളിൽ ഒരു സാമാന്യ വിധത്തിലുള്ള നേട്ടം, പൂർണ്ണമായിട്ടും നേട്ടം ഉണ്ടാകണമെന്നില്ല. അങ്ങനെയുള്ള അനുഭവങ്ങളായിരിക്കും വന്നു ചേരുക. എന്ന് പറഞ്ഞാൽ ഭാര്യാഭർത്തൃ ബന്ധം അല്ലെങ്കിൽ മക്കളുമായിട്ടുള്ള ബന്ധം നല്ലതാണ്. അങ്ങനെയുള്ള നേട്ടം അവർക്കുണ്ടാകും. സഹോദരങ്ങൾ മുഖേന ദുഃഖിക്കുവാൻ ഇടവരും. പുണ്യതീർത്ഥ സ്ഥലങ്ങളൊക്കെ സന്ദർശിക്കും. ഒരുപാട് കാര്യങ്ങളിൽ ഏർപ്പെടുന്ന കാര്യങ്ങളൊക്കെ വിജയിക്കണമെന്നുള്ള ആഗ്രഹത്തോടുകൂടി പ്രവർത്തിക്കും. എല്ലാ കാര്യങ്ങളും വിജയം ഉണ്ടാകത്തില്ല. ആ അനുഭവത്തിൽ കൂടിയാണ് ഈ കുംഭക്കൂറുകാർ ഞായറാഴ്ച ദിവസം കടന്നു പോകുക എന്നുള്ളത് മനസ്സിലാക്കുക. ഇനി മീനക്കൂറാണ്. മീനക്കൂറിൽപ്പെട്ട പുരുട്ടാതി കലുത്തുട്ടാതി രേവതി നാളുകാരെ സംബന്ധിച്ച് കുടുംബം ധനം സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ ബുദ്ധിമുട്ടുണ്ടാകുന്നൊരു ദിവസമാണ് ഞായറാഴ്ച ദിവസം. ഭാര്യയുമായിട്ടുള്ള പ്രതിസന്ധികളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. സ്ത്രീകൾ മുഖേന വിഷയങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. കുടുംബത്തിലുണ്ടാകുവാൻ സാധ്യതയുണ്ട്. ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ പല പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെ വന്നിരുന്ന കലഹത്തിലൊക്കെ എത്തിച്ചേരുവാനും സാധ്യതയുള്ള ദിവസമാണ്. അത്ര നല്ല അനുഭവങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ദിവസമല്ല എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. സൂര്യൻ 2-ൽ നിൽക്കുന്നു, നല്ലതല്ല. ചന്ദ്രൻ അഷ്ടമത്തിൽ നിൽക്കുന്നു, നല്ലതല്ല. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ മീനക്കൂറുകാരെ സംബന്ധിച്ച് ഞായറാഴ്ച ദിവസം നല്ല അനുഭവങ്ങളൊന്നും പ്രതീക്ഷിക്കാൻ പറ്റുന്ന ദിവസമല്ല. പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. കലഹത്തിലൊക്കെ അകപ്പെടാൻ സാധ്യതയുണ്ട്. സൂക്ഷിക്കുക. ദശാകാലത്തിൻ്റെ നേട്ടമുള്ളവർക്ക് ഇതൊന്നും ബാധകമല്ലാതെ അവരുടെ ജീവിതം ഭദ്രമായി തന്നെ പോകും എന്നുള്ളതും ഒരു വസ്തുതയാണ്. അപ്പോൾ ഇത്രയും കാര്യമാണ് നക്ഷത്രഫലമായിട്ടും ജ്യോതിഷപരമായിട്ടുള്ള പ്രത്യേകതയായിട്ടും ഈ അധ്യായത്തിൽ കൂടി പ്രിയപ്പെട്ടവരായിട്ട് പങ്കുവച്ചത്. മെയ് മാസം 18-ന് നടക്കുന്ന രാഹു കേതു ദോഷപരിഹാര പൂജയെ കൂടി പറഞ്ഞ് ഈ അധ്യായം അവസാനിപ്പിക്കുകയാണ്. പ്രിയമുള്ളവരെ, രാഹു കേതു ദോഷപരിഹാര പൂജ ചെയ്യാൻ താല്പര്യമുള്ളവർ 2025 മെയ് മാസം 18-നുള്ളിൽ വാട്സാപ്പ് ചെയ്യുക. നിങ്ങളുടെ മേൽവിലാസവും അതുപോലെ തന്നെ 1000 രൂപയും താല്പര്യമുണ്ടെങ്കിൽ വിശ്വാസമുള്ളവർ അയയ്ക്കുക കേട്ടോ. ഞാൻ ആരെയും പ്രസ് ചെയ്യുന്നില്ല.
അപ്പം എത്ര പേർക്ക് താല്പര്യമുണ്ടോ അത്രയും പേര് ചെയ്യുക. അപ്പം മഹാദേവൻ്റെ അനുഗ്രഹം തീർച്ചയായിട്ടും ഉണ്ടാകും. നിങ്ങളുടെ ജീവിതത്തിൽ അഭിവൃദ്ധി ഉന്നമനം ഉണ്ടാകും. തീർച്ചയായിട്ടും രാഹു കേതു ദോഷപരിഹാര പൂജ ചെയ്യണം. ചെയ്യാത്ത പക്ഷം മനുഷ്യരുടെ ജീവിതത്തിൽ പ്രതിസന്ധികളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത് രാഹു കേതു ദോഷപരിഹാരം ചെയ്യാത്തത് കൊണ്ടാണെന്നുള്ളത് ഞാൻ ഒരുപാട് പ്രാവശ്യം പറഞ്ഞു തന്നിട്ടുണ്ട്. താല്പര്യമുള്ളവരൊക്കെ ചെയ്യുക. ഓക്കെ, എല്ലാവരെയും മഹാദേവൻ അനുഗ്രഹിക്കട്ടെ.